السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبينا محمد. اللهم علمنا ما ينفعنا وأنفعنا ما علمتنا وزدنا علما. പ്രിയമുള്ള ശ്രോതാക്കളെ, പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും തൗഫീഖിനാലും ഭാഷാ പഠന ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അദ്ദർസു സാബിഉ 7ാമത്തെ ലെസൺ അല്ലേ. നമുക്കാദ്യം ഒന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ പേജ് നമ്പർ, ടെക്സ്റ്റിലെ പേജ് നമ്പർ 39ാമത്തെ പേജാണ്. ആദ്യ ഭാഗം, പാഠഭാഗത്തെ നമ്മൾ പാർട്ടുകളായി തിരിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് എടുക്കാൻ പോകുന്നത്. അത് നമുക്ക് വായിച്ച് നോക്കാം. എങ്ങനെയാണ് വായിക്കുന്നത്? വായിച്ചു നോക്കും. മൻ ഹാദിഹി നേരത്തെ നമ്മൾ പഠിച്ച ഭാഗമാണതൊക്കെ. ഈ ഒരു ടെക്സ്റ്റിൻ്റെ പ്രത്യേകത ഞാൻ ഇടയ്ക്കിടെ സൂചിപ്പിക്കുന്നുണ്ട്. പഠിച്ച കലിമാത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തൊട്ടടുത്ത പാഠഭാഗങ്ങളെ ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ല എന്ത് ചെയ്തിട്ടുള്ളത്, ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രമാണ് പുതിയത് ഓരോ ചാപ്റ്ററിലും വന്നിട്ടുള്ളത്. അപ്പോൾ കിട്ടിയ കലിമത്തുകളെ, വേർഡുകളെ, വാക്കുകളെ അത് സെൻറ്റൻസുകളാക്കി മാറ്റാൻ നമ്മെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് കൂടുതൽ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ വായിക്കുക. മൻ ഹാദിഹി. ശരി, രണ്ടാമത്തെ എന്താണ്? ഹാദിഹി ആമീനത്തു. കഴിഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് നമ്മളത് വിശദീകരിച്ചു അല്ലേ. ആമീനത്തു. സാധാരണഗതിയിൽ ആളുകൾ ആമീനത്തോൻ, ഫാത്തിമത്തോൻ, ഖദീജത്തോൻ എന്നൊക്കെ വായിക്കുന്നത് കാണാം. പക്ഷേ അത് തെറ്റാണ്. അറിവുള്ള ആളുകൾ പോലും അത് ശ്രദ്ധിക്കാതെ വായിക്കാറുണ്ട്. അവിടെ എങ്ങനെ വായിക്കണം? ഹാദിഹി ആമീനത്തു. അടുത്ത് നോക്കൂ. വമൻ തിൽക്ക. അപ്പോൾ ആ വാവ് എന്തിനാണ്? ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒരു ആൻഡ് അല്ലേ. അപ്പോൾ അവിടെ വേറൊരാളുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. വമൻ തിൽക്ക ഫാത്തിമത്തു. അർത്ഥം പറയേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മളതിൻ്റെ അർത്ഥം പറയും. ശരി, അടുത്തെന്താണ്? ഹാദിഹി ത്വബീബത്തുൻ വതിൽക മുമർരിളത്തുൻ. അപ്പോൾ നമ്മൾ ത്വബീബത്തുൻ എന്ന് വായിക്കാൻ പറ്റുമോ? ത്വബീബത്തുൻ സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതല്ലേ. മുമർരിളത്തുൻ എന്ന് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റും. കാരണം അത് പേരല്ല അല്ലേ. ഡോക്ടർ എന്നൊരാൾക്ക് പേരുണ്ടാകില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത് പെണ്ണാണെങ്കിലും അതിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള നിയമം അതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഹാദിഹി ത്വബീബത്തുൻ വതിൽക മുമർരിളത്തുൻ. ഹാദിഹി മിനൽ ഹിന്ദ് വതിൽക മിനൽ യാഭാൻ. ഹാദിഹി മിനൽ ഹിന്ദ് വതിൽക മിനൽ യാഭാൻ. ഹിന്ദ് ഇന്ത്യ, യാഭാൻ ജപ്പാൻ, അറിയാമല്ലേ. ഹാദിഹി ത്വവീലത്തുൻ വതിൽക ഖസീറത്തുൻ. ഹാദിഹി ത്വവീലത്തുൻ വതിൽക ഖസീറത്തുൻ. ത്വവീലത്ത്, ഖസീറത്ത് പുതിയ വാക്കാണ്, പറയാം നമുക്ക്. അടുത്തത് മൻ ഹാദാ ഹാമിദുൻ. വമൻ ദാലിക അലിയുൻ. അതിൽക ദജാജത്തുൻ ലാ തിൽക ബത്തത്തുൻ. മാ തിൽക തിൽക ബൈലത്തുൻ. ഹാദിഹി സയ്യാറത്തുൽ മുദർരിസി വതിൽക സയ്യാറത്തുൽ മുദീരി. അങ്ങനെ തന്നെയല്ലേ. ശരി, അടുത്ത് നോക്കൂ, വായിച്ചു നോക്കൂ. അസാഅത്തു അബ്ബാസിൻ ഹാദിഹി.
അസാഅത്തു അബ്ബാസിൻ ഹാദിഹി? ഇല്ല, ഹാദിഹി സാഅത്തു ഹാമിദിൻ, തിൽക സാഅത്തു അബ്ബാസിൻ. ഹാദിഹി സാഅത്തു ഹാമിദിൻ, തിൽക സാഅത്തു അബ്ബാസിൻ. ذلك ديك وتلك دجاجة ذلك ديك وتلك دجاجة. ശരി, ഇനി നമുക്ക് ഓരോന്നും തുടക്കം മുതൽ ഓരോന്നും എടുത്തതിൻ്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഒന്നാമത്തേത്? എന്താണ്? ഒന്ന്, മൻ ഹാദിഹി, ഇതാരാണ് അല്ലേ? ഹാദിഹി ആമീനത്തു, ഹാദിഹി ആമീനത്തു. വമൻ തിൽക്ക, വമൻ തിൽക്ക, എന്താണ്? അതാരാണ്? ഇവിടെ തിൽക്ക എന്നുള്ള പ്രയോഗം, തിൽക്ക എന്ന പ്രയോഗം എന്താണ്? ദാലിക എന്നതിൻ്റെ മുഅന്നസാണ് അല്ലേ? ദാലിക എന്നതിൻ്റെ മുഅന്നസ് ഭാഗമാണെന്ത്? തിൽക്ക എന്നത്. ദാലിക അകലെയുള്ളതിനെ ചൂണ്ടി പറയാൻ നമ്മൾ ദാലിക അത് എന്ന് പറയും. അകലെയുള്ളത് അത് സ്ത്രീ വിഭാഗമാണ് എന്നുണ്ടെങ്കിലോ അതിനെ എന്താണ് ഉപയോഗിക്കുക? തിൽക്ക എന്നതാണ് എന്ത് ചെയ്യുക? പറയുക, തിൽക്ക. അപ്പോൾ ദാലിക അതിൻ്റെ മുഅന്നസാണെന്ത്? തിൽക്ക. ഇത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഈ ഒരു ഭാഗം ദാലിക്കയുടെ മുഅന്നസാണ് തിൽക്ക. വമൻ തിൽക്ക, തിൽക്ക ഫാത്തിമത്തു, തിൽക്ക ഫാത്തിമത്തു, ഫാത്തിമയാണത്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു ടെക്സ്റ്റിൻ്റെ തിൽക്ക എന്നതിനിവിടെ ഹർക്കത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തിൽക്ക കണ്ടോ? തിൽക്ക, താ ഇനി കസറിട്ട് കൊടുത്തു, കാഫ് അതിന് ഫത്ത്ഹ് ഇട്ട് കൊടുത്തു, രണ്ടാമതും അത് ആ രൂപത്തിലൂടെ വന്നു. എന്തുകൊണ്ടാണെന്നറിയോ? തിൽക്ക എന്നുള്ള വാക്ക് ഈ ഒരു പാഠഭാഗത്ത് ആദ്യമായി നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇനി ഇത് തൊട്ടടുത്ത ചാപ്റ്ററുകളിൽ തിൽക്ക എന്നതിന് ഫത്ഹോ കസറോ ഇടാതെ തന്നെ നമുക്കത് വായിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പുതിയത് നമ്മളെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ രൂപത്തിലൂടെ അത് നൽകിയത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒമൻ തിൽക്ക, അതാരാണ്? തിൽക്ക ഫാത്തിമത്തു, അത് ഫാത്തിമയാണ്, അത് ഫാത്തിമയാണ്. ഫാത്തിമത്തുൻ എന്ന് പറയാൻ പാടില്ല എന്ന് വീണ്ടും നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്, മനസ്സിലാക്കണം. ഹാദിഹി ത്വബീബത്തുൻ, ഹാദിഹി ത്വബീബത്തുൻ, ഇത് ഡോക്ടറാണ്, ലേഡി ഡോക്ടർക്കാണ് ത്വബീബത്തുൻ എന്ന് പറയാം, ത്വബീബത്തുൻ. വതിൽക മുമരീളത്തുൻ, അത് നേഴ്സാണ്. അപ്പോൾ തിൽക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്. വതിൽക, ആ വാവിൻ്റെ അർത്ഥം എന്താ? ആൻഡ് ദാറ്റ് ഈസ് എ നേഴ്സ് എന്നർത്ഥം. അത് നേഴ്സാണ്, മുമരീളത്തുൻ. ശരി, അടുത്ത് നോക്കൂ. ഹാദിഹി മിനൽ ഹിന്ദ്, ഹാദിഹി മിനൽ ഹിന്ദ്, ഇവർ ഇന്ത്യയിൽ നിന്നാണ്. ഇത് അല്ലേ ബഹുമാനിച്ചുകൊണ്ട് ഇവൾ, ഇതാണ് ഹാദിഹി മിനൽ ഹിന്ദ്, ഇവൾ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യയിൽ നിന്നുമാണ്. വതിൽക മിനൽ യാഭാൻ, വതിൽക മിനൽ യാഭാൻ, അവരോ, അവരാരാണ്? അവരെവിടുന്നാണ്? മിനൽ യാഭാൻ, അവർ ഫ്രം ജപ്പാൻ, അവർ ജപ്പാനിൽ നിന്നാണ്. അപ്പോൾ അവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തിൽക്ക, അത് അല്ലേ. തിൽക്ക എന്ന് പറഞ്ഞാൽ അവൾ, മിനൽ യാഭാനി, ജപ്പാനിൽ നിന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, തിൽക്ക എന്ന് പറഞ്ഞാൽ അവൾ, ദൂരെയുള്ള ഒരാളെ ചൂണ്ടി അത് സ്ത്രീയാണെങ്കിൽ അതിനെ അറിയിക്കാനാണ്. വതിൽക മിനൽ യാഭാനി, അവൾ ജപ്പാനിൽ നിന്നുമാണ്. ഹാദിഹി ത്വവീലത്തുൻ, ഹാദിഹി ത്വവീലത്തുൻ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹാദിഹി ത്വവീലത്തുൻ, ദിസ് ഈസ് എ ലോങ് എന്ന് പറഞ്ഞാൽ ഇവൾ ആരാണ്? ലോങ് ആണ്. ത്വവീലത്തുൻ നീളമുള്ളവളാണ്, നീളമുള്ളവളാണ്. വതിൽക കസീറത്തുൻ, അവളാകട്ടെ കസീറത്തുൻ ഷോർട്ട്, കുറിയവളാണ്, പിന്നെ എന്താണ് പൊക്കക്കുറവുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ് എന്നർത്ഥം. അപ്പോൾ വതിൽക കസീറത്തുൻ, ഹാദിഹി ത്വവീലത്തുൻ, ഇത് ഇവൾ നീളമുള്ളവളാണ്. വതിൽക കസീറത്തുൻ, അവൾ നീളം കുറഞ്ഞവളാണ്, ഷോർട്ട് ആണ് എന്നർത്ഥം. മൻ ഹാദ, യെസ് മൻ ഹാദ, ഇതാരാണ്? ഹാദ ഹാമിദുൻ, ഹാദ ഹാമിദുൻ, എങ്കിൽ വമൻ ദാലിക,
ഒമൻ ദാലിക്ക അതാരാണ്? ഒമൻ ദാലിക്ക അതാരാണ്? സംശയം എന്താണ്? ദാലിക്ക അലിയുൻ, ദാലിക്ക അലിയുൻ അത് അലിയാണ്, അലിയുൻ അത് അലിയാണ്. അതിൽക ദജാജത്തുൻ, പിന്നെ വരുന്നത് അതിൽക ദജാജത്തുൻ, അതിൽക ദജാജത്തുൻ അത് കോഴിയാണോ? അത് കോഴിയാണോ? ഒന്നുകൂടെ നോക്കൂ. അതിൽക ദജാജത്തുൻ ഇവിടെ പഠിക്കാൻ നേരത്തെ നമ്മൾ വ്യക്തിയിലേക്ക് ചൂണ്ടിയിട്ട് തിൽക്ക എന്ന് പറഞ്ഞു അല്ലേ. ദജാജത്ത് എന്ന് പറഞ്ഞാൽ പിടക്കോഴിക്കാണെന്ന് ഇന്ന് പറയുന്നത്. അപ്പോൾ ആ തിൽക്ക ദജാജത്തുൻ, അപ്പോൾ തിൽക്ക ദജാജത്തുൻ അതിലേക്ക് ആ ചേർത്തു. ആ തിൽക്ക ദജാജത്തുൻ അത് പിടക്കോഴിയാണോ? എന്താണ് ആൻസർ? എന്താണ്? അല്ല അല്ലേ, അല്ല ലാ. എന്നിട്ട് തിൽക്ക ബത്തത്തുൻ അത് ബത്താണ്, അത് താറാവാണ്. ല അല്ല, തിൽക്ക ബത്തത്തുൻ അത് താറാവാണ്. യെസ്. മാ തിൽക്ക വീണ്ടും എന്ത് ചെയ്യുന്നു? മാ തിൽക്ക അതെന്താണ്? അപ്പോൾ ഒരു ജീവിയെ കൊണ്ടുവന്നു, താറാവിനെ കൊണ്ടുവന്നു, അവിടെ നമുക്ക് തിൽക്ക അതിലേക്ക് ചേർത്ത് കൊണ്ട് പഠിപ്പിച്ചു തന്നു. ഇനി മാ തിൽക്ക അതെന്താണ്? എന്താ, ഏതിലേക്കാണ് ആ ചൂണ്ടിയത്? ശ്രദ്ധിച്ചു നോക്കൂ. ഏതിലേക്ക് ചൂണ്ടിയിട്ടാണ്? ഇവിടെ ഇതിലേക്ക് ചൂണ്ടിയിട്ടാണ്. മാ തിൽക്ക ഒരു കോഴിമുട്ടയാണതല്ലേ. എങ്കിൽ അതിനെന്താ പറയുക? തിൽക്ക ബൈലത്തുൻ, തിൽക്ക ബൈലത്തുൻ അത് കോഴിമുട്ടയാണ്, അതൊരു കോഴിമുട്ടയാണ്. ശരി, അടുത്ത് നോക്കൂ. ഹാദിഹി സയ്യാറത്തുൽ മുദരി, ഇങ്ങനെ വായിക്കുക. മുദരിസിൻ്റെ എന്നർത്ഥം കിട്ടാൻ എങ്ങനെ വായിക്കണം? നമ്മൾ നേരത്തെ മുലാഫ് മുലാഫിനിലേഹിക്ക് പഠിച്ചിട്ടുണ്ട്. ഹാദിഹി സയ്യാറത്തുൽ മുദരിസി നമുക്കറിയാമെന്നുള്ളത് നോക്കാനാണ് അവിടെ ഹർക്കത്തിടാതെ തന്നത്. ഹാദിഹി സയ്യാറത്തുൽ മുദരിസി, ഹാദിഹി സയ്യാറത്തുൽ മുദരിസി ഇത് ടീച്ചറുടെ കാറാണ്. എങ്കിലോ വതിൽക, ഇപ്പോൾ ഹർക്കത്തിടാതെ ഫത്തും കസറിടാതെ തിൽക്ക പഠിച്ചു. വതിൽക സയ്യാറത്തുൽ മുദീരി അത് മുദീറിൻ്റെ കാറാണ്, അത് മുദീറിൻ്റെ കാറാണ്, ഡയറക്ടറുടെ കാറാണ്. യെസ്. അടുത്ത് നോക്കൂ. അസാഅത്തു അബ്ബാസിൻ ഹാദിഹി, അസാഅത്തു അബ്ബാസിൻ ഹാദിഹി അബ്ബാസിൻ്റെ വാച്ചാണോ ഇത്? അസാഅത്തു അബ്ബാസിൻ ഹാദിഹി അബ്ബാസിൻ്റെ വാച്ചാണോ ഇത്? ഉത്തരം എന്താ? ലാ. പിന്നെന്താണ്? ഹാദിഹി സാഅത്തു ഹാമിദിൻ ഇത് ഹാമിദിൻ്റെ വാച്ചാണ്. തിൽക്ക സാഅത്തു അബ്ബാസിൻ അത് അബ്ബാസിൻ്റെ വാച്ചാണ്. തിൽക്ക സാഅത്തു അബ്ബാസിൻ അത് അബ്ബാസിൻ്റെ വാച്ചുമാണ്. ദാലിക്ക ദീക്കുൻ, ദാലിക്ക ദീക്കുൻ അത് കോഴിയാണ്, പൂവൻകോഴിയാണ്. വതിൽക ദജാജത്തുൻ, വതിൽക ദജാജത്തുൻ അത് പിടക്കോഴിയുമാണ്, അത് പിടക്കോഴിയുമാണ്. ശരി, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എങ്ങനെയൊക്കെ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോക്കൂ. ഇതാരാണ് എന്നെങ്ങനെയാണ് ചോദിക്കുക? ചൂണ്ടിയതാണെങ്കിൽ മൻഹാദ, പെണ്ണിലേക്ക് ചൂണ്ടിയിട്ടാണെങ്കിൽ ഹാദിഹി എന്ന് പറയൂ അല്ലേ. ഇത് ഇത് അധ്യാപികയാണ്, അത് അധ്യാപകനാണ് എന്നെങ്ങനെയാണ് പറയുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. ഹാദ ഇത് അധ്യാപികയാണ് എന്നാണെങ്കിൽ ഹാദിഹി മുദരിസത്തുൻ, അത് അധ്യാപകനാണെങ്കിലോ വദാലിക മുദരിസുൻ. അപ്പോൾ ഇത് ലേഡി ഡോക്ടറാണ്, എങ്ങനെ പറഞ്ഞ്? ഹാദിഹി ത്വബീബത്തുൻ അത് ഡോക്ടറാണ്, പുരുഷ ഡോക്ടറാണെങ്കിലോ ഹാദിഹി ത്വബീബത്തുൻ എന്ന് പറഞ്ഞാൽ ഇത് ലേഡി ഡോക്ടറാണ്, അത് പുരുഷ ഡോക്ടറാണെങ്കിലോ ദാലിക ത്വബീബുൻ. ഇങ്ങനെ ഇത് ഇന്നയാളാണ്, അത് ഇന്നയാളാണ് എന്ന് ആണിനെ ചൂണ്ടിയും പെണ്ണിനെ ചൂണ്ടിയും സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലാക്കി. ഇവൻ ഇന്ത്യയിൽ നിന്നാണെന്ന് എങ്ങനെ പറയാം? ഹാദാ മിനൽ ഹിന്ദ്, ഹാദാ മിനൽ ഹിന്ദ്. ഇവൻ സൗദിയയിൽ നിന്നാണെന്ന് എങ്ങനെ പറയാം? ഹാദാ മിന സൗദിയ. എന്നാൽ ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ടാണെങ്കിലോ ഇവൾ ഇന്ത്യക്കാരിയാണെന്ന് എങ്ങനെ പറയാ? ഹാദിഹി മിനൽ ഹിന്ദ്, ഹാദിഹി മിനൽ ഹിന്ദ്. അവൻ അമേരിക്കക്കാരനാണെങ്കിലോ വദാലിക മിൻ അംരീക. ചുരുക്കത്തിൽ
ഇവൻ ഇന്ത്യയിൽ നിന്ന്, അവൻ അമേരിക്കയിൽ നിന്ന്, ഇവൾ ഇന്ത്യയിൽ നിന്ന്, അവൾ അമേരിക്കയിൽ നിന്ന് എന്നൊക്കെ പറയാൻ നമ്മളെന്ത് ചെയ്തു? പഠിച്ചു. അത് ആണോ എന്നിങ്ങനെയാണ് ചോദിക്കുക? അദാലിക അല്ലേ? ആ അത് ആണോ? ആ അത് എന്ന് പറയുമ്പോൾ അത് ആണാണെങ്കിൽ അദാലിക, പെണ്ണാണെങ്കിലോ അതിൽക്ക. ഉദാഹരണമായിട്ട് അത് പേനയിലേക്ക് ചൂണ്ടിയിട്ടാണെങ്കിൽ അദാലിക കലമുൻ എന്നാണ് പറയുക. അദാലിക കലമുൻ എന്നാണ് പറയുക. എന്നാൽ അതേ ഒരു കോഴിയിലേക്ക് ചൂണ്ടി, ഒരു പിടക്കോഴിയിലേക്ക് ചൂണ്ടിയിട്ടാണെങ്കിലോ അതിൽക്ക ദജാജത്തുൻ എന്നാണ് പറയേണ്ടത്. അതിൽക്ക ദജാജത്തുൻ എന്നാണ് പറയേണ്ടത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇത് അധ്യാപകൻ്റെ പേനയാണ് എന്നിങ്ങനെ പറയാം. ഹാദാ കലമുൽ മുദർരിസി, ഹാദാ കലമുൽ മുദർരിസി പറയാം അല്ലേ? അത് അധ്യാപകൻ്റെ കാറാണെങ്കിലോ വതിൽക സയ്യാറത്തുൽ മുദർരിസി. ഇങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.